അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങൾ ആവശ്യമാണ്. ഇത് ജനൽ ചട്ടാണ്. ഇതിൻ്റെ അളവുകളും കാര്യങ്ങളും ഞാൻ പറയാം. അതുപോലെ നമുക്ക് 2 ബൈക്കിൻ്റെ ടയർ ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇരുമ്പിൻ്റെ കുറച്ച് നെറ്റ്. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. ഈ പലകയുടെ കഷ്ണങ്ങൾ ഞാൻ ഒരു ഫ്രെയിം രൂപത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രെയിമായിട്ട് നമ്മൾ ചേർക്കാൻ പോവുകയാണ്. ഡ്രിൽ ചെയ്ത് സ്ക്രൂ ചെയ്തിട്ടാണ് ഞാൻ ഉറപ്പിക്കുന്നത്. ആണി അടിച്ചാലും മതിയാവും. ഈ ഫ്രെയിമിൻ്റെ നീളം 3.5 അടിയും വീതി 2 അടിയുമാണ്. രണ്ടടിയുടെ പലകയുടെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും ഓരോ സൈഡിലും ഈ 2 ഹോളുകൾ വീതം മൊത്തം 8 ഹോളുകൾ നമുക്ക് 6 mm ബിറ്റ് ഇട്ടുകൊണ്ട് തുളച്ചു കൊടുക്കാം. അതിനുശേഷം 0.5 mm ഡ്രിൽ ബിറ്റ് ഇട്ട് ഈ വലിയ പീസിൻ്റെ, അതായത് 3.5 അടി നീളത്തിലുള്ള പലകയുടെ കഷ്ണത്തിനെ 90 ഡിഗ്രിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ 2 അടി നീളത്തിലുള്ള കഷ്ണം നന്നായിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് അയച്ച് മാറ്റം വരുത്താൻ സാധിക്കും. അതുപോലെ പലക പൊളിഞ്ഞു പോകാനുള്ള സാധ്യത തീരെ ഉണ്ടാവുകയുമില്ല. ആ ഒരു കാര്യം കൊണ്ടാണ് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നത്. അതിനുശേഷം ഈ ഫ്രെയിമിൻ്റെ 4 സൈഡിലും ഓരോ അടി വീതം നീളമുള്ള പലകയുടെ കഷ്ണം നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇതെല്ലാം 2 ഇഞ്ചിൻ്റെ ഡ്രൈ വാൾ സ്ക്രൂ സ്റ്റാറിൻ്റെ ബ്ലാക്ക് സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ 4 പീസും നമ്മൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ടേബിളിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. അതിനുശേഷം അതിൻ്റെ മേലെയായിട്ട് നമുക്ക് ബൈക്കിൻ്റെ ഒരു ടയർ വെക്കാം. ഇങ്ങനെ ടയർ വെച്ചതിന് ശേഷം അതിൻ്റെ 2 സൈഡും മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. കട്ടിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ കട്ടിംഗ് മെഷീൻ കൊണ്ട് കട്ട് ചെയ്യാവുന്നതാണ്. അതല്ല കട്ടിംഗ് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്താലും മതിയാവും. ഈ ടയറിൻ്റെ 2 സൈഡിലും ഇരുമ്പിൻ്റെ കമ്പി ഉണ്ടാവും. അപ്പോൾ ആ കമ്പി മുറിയാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ആംഗിൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡർ മെഷീൻ കൊണ്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു കഷ്ണം കട്ട് ചെയ്ത് ഒഴിവാക്കിയതിനു ശേഷം അതിൻ്റെ മുകളിൽ നിന്നും ഒരു ചെറിയ പീസ്, നമുക്ക് ഒരു 4 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതിനുശേഷം ഈ സൈഡിലായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് ഈ ടയറിനെ ഉറപ്പിക്കുകയാണ്. ഓരോ സൈഡിലും മുകളിൽ നിന്നും താഴെ നിന്നും അതുപോലെ 2 സൈഡിൽ നിന്നുമായിട്ട് സ്ക്രൂ ചെയ്ത് ഒരു 4 സ്ക്രൂ വീതം ഓരോ സൈഡിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളകാതെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ശേഷം ഇതേപോലെ തന്നെ ഈ ഫ്രെയിമിൻ്റെ മറ്റേ സൈഡിലും അതേപോലെ തന്നെയുള്ള അതേ അളവിലുള്ള ഒരു ടയർ കൂടി നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇപ്പോൾ കാണുന്നത് പോലെ മുകളിൽ നിന്നും താഴേക്കും ഈ ടയറിനെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കണം. എങ്കിലേ ഫ്രെയിം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ. അതിനുശേഷം ഇതിൽ നമുക്ക് ഈ ഫ്രെയിമിൻ്റെ അടിയിലായിട്ട് നെറ്റ് ഉറപ്പിക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1x1 അളവിലുള്ള നെറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറിൻ്റെ 1/2 ഇഞ്ചിൻ്റെ സ്ക്രൂവും ഒരു വാഷറും ഇട്ടിട്ടാണ് ഉറപ്പിക്കുന്നത്. ഓരോ സ്ക്രൂകളും തമ്മിൽ 1/2 അടി വീതം ഗ്യാപ്പ് വിട്ട് നെറ്റ് പുറത്തേക്ക് തള്ളി നിൽക്കാതെ ഏതെങ്കിലും ഒരു ഭാഗം ക്ലിയർ ചെയ്ത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഒരു ഭാഗം സ്ക്രൂ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ക്രൂ ചെയ്യുമ്പോൾ നെറ്റിനെ നന്നായിട്ട് വലിച്ചു പിടിച്ച് സ്ക്രൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിലേ നെറ്റ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ. അതിനുശേഷം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന
ഈ നെറ്റിനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ നെറ്റിൻ്റെ അളവ് 2 അടി വീതിയും 3.5 അടി നീളവുമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു നെറ്റ് വെച്ച് കൊടുക്കാം. ഈ നെറ്റിൻ്റെ അളവ് 3.5 അടി വീതിയും 4 അടി നീളവുമാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറൊരു കൂടിൻ്റെ നെറ്റാണ് ഇത്. ഇത് അല്പം നെറ്റിൻ്റെ കണ്ണി ഗ്യാപ്പ് കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഉറപ്പിച്ച അതേപോലെ തന്നെ ടയറിലേക്ക് സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂവും 1/2 ഇഞ്ചിൻ്റെ സ്ക്രൂവും ഒരു വാഷറും ഇട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ടയറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ടാണ് നമ്മൾ സ്ക്രൂ ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുള്ളൂ. ടയർ ആയതുകൊണ്ട് ആരും സ്ട്രോങ് ആയിട്ട് ഇരിക്കില്ല എന്ന് വിചാരിക്കരുത്. ടയറിൽ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ 2 സൈഡിൽ നെറ്റ് വെച്ച് കൊടുക്കണം. അതുപോലെ ഒരു സൈഡ് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണം, മറ്റേ സൈഡ് നമ്മൾ ഒരു ഡോറും വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഡോറ് ഫിറ്റ് ചെയ്യുക എന്നതാണ്. അതാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വർക്കായിട്ട് എനിക്ക് തോന്നിയത്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു സൈക്കിളിൻ്റെ ടയർ എടുത്തിട്ടുണ്ട്. ഈ ടയറിനെ നമ്മൾ മറ്റേ ടയർ ചെയ്തതേപോലെ തന്നെ ഒരു സൈഡ് കട്ട് ചെയ്യാണ്. അതിനുശേഷം ഈ ബൈക്കിൻ്റെ ടയറിൻ്റെ അതേ അളവിൽ വെച്ചിട്ട് നമ്മൾ മറ്റേ സൈഡും കട്ട് ചെയ്ത് ഒരേ അളവിലാക്കിയെടുക്കണം. ശേഷം നമ്മൾ ഇരുമ്പിൻ്റെ കമ്പിയുടെ ഒരു 3 അടി നീളത്തിലുള്ള ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കാം. അത് ഒരു റൗണ്ട് ഷേപ്പിൽ ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഈ അടിയിലായിട്ട് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് പലകയിൽ ഉറപ്പിക്കാനുള്ളതാണ്. അപ്പോൾ സ്ക്രൂ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് വിട്ട് അതൊന്ന് വെൽഡ് ചെയ്ത് നിർത്താം. ഇനി നമ്മൾ ഈ പലകയിലായിട്ട് ഈ ഫ്രെയിമിനെ നമ്മൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ്. അതിനുശേഷം ഈ പലകയുടെ അടിയിലായിട്ട് നമ്മൾ ഒരു വിജാഗിരി സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അതിനുശേഷം ഈ വിജാഗിരിയുടെ മറ്റേ ഭാഗം നമ്മൾ ഫ്രെയിമിൻ്റെ അടിയിലായിട്ടും ഫ്രെയിമിൻ്റെ ആ ഡോർ വെക്കാനുള്ളതിൻ്റെ അടിയിലായിട്ടും നമ്മൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇപ്പോൾ കണ്ടോ, നല്ലൊരു ഡോറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നെറ്റ് ഇതിലും മറ്റേത് ചെയ്ത അതേപോലെ തന്നെ ഇതിലും നമ്മൾ ഡോറിനായിട്ടുള്ള നെറ്റ് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഡോറായിട്ടുണ്ട്. ഇനി ഈ ഡോറിനെ നമ്മൾ മുകളിലായിട്ട് ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ഹുക്ക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 3.5 അടി നീളത്തിലുള്ള ഒരു പട്ടികയുടെ കഷ്ണം ഞാൻ ഇതിൻ്റെ നേരെ മുകളിലായിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ്. നമ്മൾ ഫ്രെയിമിൻ്റെ കൂടിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 4 സ്ക്രൂ ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് അതും സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ്. അതിലൊരു ചീപ്പ് രൂപത്തിലാണ് നമ്മൾ കൊളുത്ത് വെക്കുന്നത്.
അതിനുശേഷം ഒരു 3 ഇഞ്ച് നീളത്തിലുള്ള ഒരു പലകയുടെ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഒരു 5 mm ഹോളിട്ട് ഈ ഒരു പലകയുടെ കഷ്ണമാണ് നമ്മൾ ഇതിന് കൊളുത്തായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ ഡോറിനെ ലോക്ക് ചെയ്ത് നിർത്തുന്നത്. അങ്ങനെ ഡോറും റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ സൈക്കിളിൻ്റെ ടയർ ആയതുകൊണ്ട് സ്ട്രോങ് ഇല്ല എന്ന് വിചാരിക്കരുത്. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ ടയറിൻ്റെ ഉള്ളിലിട്ടിട്ടുള്ളത് 8 mm കമ്പിയാണ്. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മഴ തട്ടാത്ത ഏരിയയിലാണ് നമുക്ക് വെക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി അതല്ല മഴയൊക്കെ തട്ടുന്ന പുറത്തിടാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് റൂഫ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് അലൂമിനിയത്തിൻ്റെ ഷീറ്റാണ് ഞാൻ എടുക്കുന്നത്. ഈ അലൂമിനിയത്തിൻ്റെ ഷീറ്റിൻ്റെ അളവ് 3.5 അടി വീതിയും 4 അടി നീളവുമാണ്. ഇതിൽ ഒരു ചെരിഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരെ കനം കുറഞ്ഞ പലകയുടെ കഷ്ണം ഒരു 2 അടി നീളത്തിലുള്ള 3 പലകയുടെ കഷ്ണം വെക്കുന്നുണ്ട്. ഈ പലകയുടെ കഷ്ണത്തിലേക്കാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഹുക്ക് വെച്ചിട്ടുള്ള ആ പട്ടികയിലും നമ്മൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നുണ്ട്. ഇതുവരെ ചെയ്ത വർക്കിൽ തീരെ ഒരു സംതൃപ്തി ഇല്ലാത്തൊരു വർക്കാണ് ഇതിൻ്റെ റൂഫിൻ്റെ വർക്ക്. കാരണം ഇതുവരെയുള്ള ഇതിൽ നിന്നും ഒന്ന് വൃത്തികേടായി പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഒന്നുകൂടി ഹൈറ്റ് കൂട്ടിയിട്ട്. പക്ഷേ അപ്പോൾ വീണ്ടും ചിലവ് കൂടുകയാണ്. ചിലവ് മാക്സിമം കുറയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വർക്ക് 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ നെറ്റൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പലകയിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ. Okay.